ഒടുവിൽ നമ്മളെ സൂപ്പർ താരങ്ങളൊക്കെ കളം വിടുകയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഫുട്ബോൾ ലോകത്തു നിന്നും പുറത്തു വരുന്നത്. നമ്മളെ അർജൻറ്റീനയുടെ സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയയും അതുപോലെ ഉറുഗ്വേയുടെ എക്കാലത്തും നമുക്കൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ലൂയിസ് സുവാരസൊക്കെ ഈ അടുത്ത ഇൻ്റർനാഷണൽ മത്സരങ്ങളോട് കൂടിയിട്ട് അവരുടെ ടീമിൽ നിന്ന് വിരമിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡിമരിയക്ക് അവസാനം ഈ അർജൻറ്റീനയുടെ കുപ്പായത്തിലുള്ള അവസാന മത്സരം ഈ വരുന്ന വെള്ളിയാഴ്ച ചിലിക്കെതിരെയാണ്. അതുപോലെ സുവാരസിനാണെങ്കിൽ പരാഗ്വയ്ക്കെതിരെയാണ്. അപ്പോൾ ഈ ഒരു വരുന്ന വെള്ളിയാഴ്ചയാണ് ഇരുവരുടെയും അവസാന മത്സരങ്ങളാണെന്നാണ് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഡിമരിയ അല്ല, സുവാരസ് അല്ല, ആരാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഐക്കൺ സ്റ്റാറുകളൊക്കെ കരിയർ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ എന്തോ ഒരു പ്രത്യേകതരം ഫീലിംഗാണ്. കാരണം നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ കളി കണ്ട് അവരുടെയൊക്കെ ഫ്ലെക്സ് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ പരസ്പരം മുട്ടുമുട്ടും തർക്കിച്ചിങ്ങാണ്ട് അവർ ഫുട്ബോളിൽ നിന്നില്ല അല്ല ഒരു ഇതുണ്ടല്ലോ, ഒരു അത്രയും രസമായിട്ട് കൊണ്ട് നടന്ന ആളുകളാണ്. അപ്പോൾ സുവാരസ് അല്ല, ഡിമരി അല്ല, ആര് പോയാലും അത് നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ് ഫുട്ബോൾ ലോകത്തിലെ. അപ്പോൾ ഏതായാലും ഡിമരിയ എന്ന് ഓർക്കുമ്പോൾ ആളുകളിപ്പോൾ കൂടുതലായിട്ട് ഓർക്കുന്ന ഒരു കാര്യം അദ്ദേഹം ബ്രസീലിനെതിരെ കോപ്പ അമേരിക്കയിൽ ഫൈനലിൽ നേടിയ ആ ഒരു ഗോളുണ്ടല്ലോ, 1-1 ഗോള്. ബ്രസീൽ കീപ്പർ എഡൈസനെ കബളിപ്പിച്ചിങ്ങാണ്ട് പൊന്തിച്ചിങ്ങാണ്ട് പോസ്റ്റിലേക്ക് ഇട്ട ആ ബോള്, 1-1 ഗോള്. ആ ഗോളും വേണമല്ലോ അർജൻറ്റീനക്ക് വർഷങ്ങളായിട്ടുള്ള കപ്പ് ഇൻ്റർനാഷണൽ ട്രോഫി കിട്ടി ഇല്ല എന്നുള്ള ഒരു ഇപ്പോൾ അവസ്ഥ മാറിയെടുത്തത് ആ ഗോളും വേണമല്ലോ അല്ലേ, മൊത്തം മാറിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം വെച്ചടി കയറ്റം പറഞ്ഞ മാതിരി ഏതൊരു ടൂർണമെൻറ്റിൽ അർജൻറ്റീന ജേഴ്സി ആയിട്ട് കളത്തിലിറങ്ങുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ചാമ്പ്യന്മാരാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഒരു സമയം തെളിഞ്ഞത്. അപ്പോൾ സുവാരസ് ആണെങ്കിൽ ഉറുഗ്വേക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതായാലും ഓരോ ഐക്കൺ സ്റ്റാറുകളൊക്കെ ഓരോന്ന് വിട പറയുമ്പോൾ നമുക്കൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് തീരാ നഷ്ടങ്ങളാണ്. ഇപ്പോൾ അതേമാതിരി തന്നെ നമ്മളെ റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവർക്കുള്ള സ്ഥാനങ്ങളൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ എക്കാലത്തും നമുക്കൊരു തീരാ നഷ്ടമായിരിക്കും അല്ലേ.